എല്ലാവർക്കും ഡെയിലി ന്യൂസിൻ്റെ മറ്റൊരു ചുരുക്ക വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 18 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഗവർണർ മുഖ്യമന്ത്രി പോരിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ സംവിധാനം തകർക്കാൻ മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായി രാജ്ഭവൻ പത്രക്കുറിപ്പിറക്കിയപ്പോൾ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തനിക്കെതിരെയുള്ള ആക്രമണ ശ്രമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണ് എന്ന് ഗവർണർ ആരോപിക്കുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടുവാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പോകുമോ എന്നും കരിങ്കൊടി കാണിക്കുന്നവരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടുന്ന മട്ടിൽ പോകാറുണ്ടോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിന് ബ്ലഡി ഹിസ്റ്ററി ഉണ്ടെന്നും പരസ്പരം കൊല്ലുകയാണ് എന്നുമുള്ള ഗവർണറുടെ പരാമർശത്തോടും മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചു. അവസരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിൻ്റെ ചരിത്രം അറിയാമോയെന്നും പിണറായി വിജയൻ ചോദിച്ചു. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ കോന്നിയിൽ നടത്തിയ പ്രസംഗത്തിലെ പ്രതികരണം. എന്നാൽ തങ്ങൾ ആ പദവിയെ ബഹുമാനിക്കുന്നുവെന്നും അതുകൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശം നടത്താത്തതും എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഈ തുറന്ന പോരും നേതാക്കന്മാരുടെ അതിര് കവിഞ്ഞുള്ള പ്രസ്താവനകളും കേരള ജനതയെ ജനമധ്യത്തിൽ തരം താഴ്ത്തി കാണിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള നിരീക്ഷണം. അതേസമയം ഗവർണർ സന്ദർശനം നടത്തുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കെട്ടിയ ബാനറുകളെ സംബന്ധിച്ച് ഗവർണറും SFIയും തമ്മിൽ നിഴൽ യുദ്ധം. ക്യാമ്പസിൽ SFI പ്രവർത്തകർ തനിക്കെതിരെ സ്ഥാപിച്ച 3 ബാനറുകൾ നീക്കുവാൻ ഗവർണർ ആവശ്യപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സർവകലാശാലയോ പോലീസോ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് SP-യോട് രോഷാകുലനായ ഗവർണർ പോലീസ് ബാനർ നീക്കം ചെയ്തുവെന്ന് ഉറപ്പുവരുത്തി. പോലീസ് ബാനർ നീക്കം ചെയ്തുവെങ്കിലും SFI ഉടനെ പുതിയ ബാനർ ഉയർത്തുകയും ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ച് ക്യാമ്പസിലുണ്ടായിരുന്ന ബാനർ കത്തിക്കുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച് കേരളപ്പിറവിക്ക് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച കേരളീയ മേളയുടെ കണക്ക് 1 മാസമായിട്ടും സർക്കാർ ലഭ്യമാക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ. വിവിധ വകുപ്പുകളോട് വിവരാവകാശ നിയമപ്രകാരം കണക്ക് ആവശ്യപ്പെട്ടപ്പോൾ പബ്ലിക് റിലേഷൻസ് വകുപ്പും പൊതുഭരണ വകുപ്പും മാത്രമാണ് വ്യക്തമായ മറുപടി നൽകിയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാരിന് സാമ്പത്തിക ബാധ്യത കുറവാണ് എന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് പല പരിപാടികളും സംഘടിപ്പിച്ചത് എന്നും മന്ത്രിമാർ അവകാശപ്പെട്ടെങ്കിലും സ്പോൺസർഷിപ്പിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഉത്തരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 27 കോടി 12 ലക്ഷം രൂപയാണ് ബജറ്റ് നിശ്ചയിച്ചത് എന്നും ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്നുമാണ് സർക്കാർ പരസ്യമായി ഇതിനെ സംബന്ധിച്ച് പറയുന്ന കണക്ക്. നാഗ്പൂരിൽ സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും നിർമ്മിക്കുന്ന ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. നാഗ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ബസാർഗോവ് വ്യവസായ മേഖലയിലെ സോളാർ ഇൻഡസ്ട്രീസ് ഫാക്ടറിയിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടമുണ്ടായത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞതോടെ കേരളത്തിന് വൻതോതിൽ അധിക ബാധ്യത ഉണ്ടായതായി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഈ വർഷം മാത്രം കേന്ദ്ര പദ്ധതികൾക്കായി അധികമായി കണ്ടെത്തേണ്ടത് 4857 കോടി രൂപയാണ് എന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മുമ്പ് കേന്ദ്രം 80 മുതൽ 85% വിഹിതം നൽകുമായിരുന്നു എന്നും 2015 മുതൽ ഇതിൽ മാറ്റം വരുത്തി തുടങ്ങിയെന്നും കേന്ദ്ര വിഹിതമായി ഇപ്പോൾ വെറും 60% മാത്രമാണ് ലഭിക്കുന്നത് എന്നും 40% സംസ്ഥാനം കണ്ടെത്തേണ്ട അവസ്ഥയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്നായി ഇതിനെ സർക്കാർ വിലയിരുത്തുന്നു. ഹൈസ്കൂൾ അധ്യാപകർക്ക് തസ്തിക മാറ്റത്തിലൂടെ ഹയർ സെക്കൻഡറി അധ്യാപകരാകുവാനുള്ള യോഗ്യതാ മാനദണ്ഡത്തിലെ മുൻഗണന ഒഴിവാക്കുവാൻ സർക്കാർ തീരുമാനിച്ചു. 10 വർഷത്തെ ഹൈസ്കൂൾ അധ്യാപന പരിചയമുണ്ടായിരുന്നവർക്ക് നൽകിയിരുന്ന മുൻഗണനയാണ് ഇപ്പോൾ ഒഴിവാക്കുന്നത്. ഹയർ സെക്കൻഡറി നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതയായ സെറ്റ് പാസ്സാകുന്നവർക്ക് മാത്രമാണ് ഹയർ സെക്കൻഡറി അധ്യാപക ഒഴിവുകളിലേക്ക് മുൻഗണന നൽകേണ്ടത് എന്നും ഇവരുടെ അഭാവത്തിൽ മാത്രം 10 വർഷത്തെ പരിചയമുള്ള ഹൈസ്കൂൾ അധ്യാപകരെ പരിഗണിച്ചാൽ മതിയെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. വനം വകുപ്പിൽ ചട്ടപ്രകാരമുള്ള വകുപ്പ് തല പരീക്ഷകൾ വിജയിക്കാതെ സ്ഥാനക്കയറ്റം ലഭിച്ച സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരെ തരം താഴ്ത്തുവാനും പകരം യോഗ്യതയുള്ളവരെ നിയമിക്കുവാനും
കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധി. ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച സംസ്ഥാനത്തെ 500ഓളം SFOമാർ ഇതുപ്രകാരം തരം താഴ്ത്തപ്പെടും. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ണൂരും കോഴിക്കോടുമായി 2 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. അതേസമയം രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് കേസുകളിൽ 90% കേരളത്തിലാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട്. ഇന്നലെ രാവിലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് രാജ്യത്താകെയുള്ള കോവിഡ് പോസിറ്റീവായ കേസുകളിൽ 1701-ൽ 1523 കേരളത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ കേരളത്തിൽ കോവിഡ് പരിശോധന കൂടുതലായതിനാലാണ് കേസുകളുടെ എണ്ണം കൂടിയത് എന്നാണ് കേരള ആരോഗ്യ വകുപ്പിൻ്റെ വിശദീകരണം. പുതിയ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുവാനുള്ള സമയപരിധി പകുതിയാക്കി കുറയ്ക്കും. മെട്രോ നഗരങ്ങളിൽ നിലവിലുള്ള 7 ദിവസത്തിൽ നിന്ന് 3 ദിവസമായും മുനിസിപ്പൽ ഏരിയകളിൽ നിലവിലുള്ള 15 ദിവസത്തിൽ നിന്ന് 7 ദിവസമായും ഗ്രാമപ്രദേശങ്ങളിൽ നിലവിലുള്ള 30 ദിവസത്തിൽ നിന്ന് 15 ദിവസമായും കുറയ്ക്കും. ഇതിനോടനുബന്ധിച്ച് 2020 വൈദ്യുത ഉപഭോക്തൃ അവകാശ ചട്ടം കേന്ദ്രം ഭേദഗതി ചെയ്യും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 5 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 27 ഓവറിൽ 116 റൺസിന് പുറത്തായപ്പോൾ ഇന്ത്യ വെറും 16 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഇതോടുകൂടി ഇന്നത്തെ ചുരുക്ക വാർത്തകൾ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.